സംസ്ഥാനത്ത് രാത്രി സമയം അരമണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയാണ് നിയന്ത്രണം. KSEB ഉന്നതതല യോഗത്തിലാണ് തീരുമാനമായത്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മേഘന, അങ്ങനെ ഒഫീഷ്യലായി തന്നെ തീരുമാനം വന്നിരിക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ വന്നിരിക്കുന്നത്? അമൃത, ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ IASന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും വൈദ്യുതി പ്രതിസന്ധിയും പരിഹരിക്കാനായി ഉന്നതതല യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് അരമണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് ആകാം, അതിനുള്ള അനുമതി നിലവിൽ ചീഫ് എഞ്ചിനീയർക്ക് നൽകിയിട്ടുള്ളത്. KSEB ഉദ്യോഗസ്ഥരിലേക്കും ഈ ഒരു നിർദ്ദേശം പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് അരമണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് ആകാം, അതിനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അപ്രഖ്യാപിതമായി 15 മിനിറ്റ് നേരം വരെ കറണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നിലവിൽ ഔദ്യോഗികമായി തന്നെ ലോഡ് ഷെഡിംഗ് പവർ കട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് പ്രഖ്യാപിക്കുകയും ആ അനുമതി സംസ്ഥാന ഊർജ്ജ വകുപ്പിന്റെ നേതൃത്വത്തിൽ നൽകുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിക്കുള്ള കാരണമായി പറയുകയും ചെയ്യുന്നത് ഗ്യാസ് ഉപയോഗത്തിലുണ്ടായിരുന്നുള്ള ഒരു കുറവ്. അതിൽ പശ്ചിമേഷ്യ യുദ്ധ സമയത്ത് തന്നെ ഗ്യാസ് ഉപയോഗിക്കാതെ ഇൻഡക്ഷൻ കറണ്ട് ഉപകരണങ്ങളുടെയും മറ്റും ഉപയോഗം കൂടുതലായി. അതുപോലെ തന്നെ ഈ നിലവിൽ താപനില 40, 39, 38 ഡിഗ്രി സെൽഷ്യസായി ഉയരുന്നതും വൈദ്യുതി ഉപയോഗം കൂടാനുള്ള ഒരു കാരണമായാണ് ഇപ്പോൾ KSEB വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി താപനില ഇതേ കണക്കിന് പോകുന്നൊരു സാഹചര്യത്തിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരും, ലോഡ് ഷെഡിംഗ് വേണ്ടിവരും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും നിർദ്ദേശം നൽകുന്നു. ഈ AC ഉപയോഗത്തിലടക്കം ഒരു നിയന്ത്രണം വേണമെന്നുള്ള കാര്യമാണ് KSEB പറയുന്നത്. അതിൽ AC ഉപയോഗം നിർത്തലാക്കണമെന്നുള്ള കാര്യം പറയാൻ കഴിയില്ല. പക്ഷേ AC ഉപയോഗം 26 ഡിഗ്രി സെൽഷ്യസ് മുതൽ 24 ഡിഗ്രി സെൽഷ്യസ് വരെയായി നിയന്ത്രിക്കണമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ കൂടുതലും വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കണം. ഈ ഇലക്ട്രിക് ഉപകരണങ്ങൾ അതുപോലെ തന്നെ വൈദ്യുത വാഹനങ്ങളടക്കം ചാർജ് ചെയ്യുന്നത് പകൽ സമയത്തേക്ക് മാറ്റണമെന്നുള്ള കാര്യമാണ് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ വൈകുന്നേരം 6 മണി മുതൽ 12 മണി വരെയുള്ള സമയങ്ങളിലാണ് 30 മിനിറ്റിൽ താഴെ വൈദ്യുതി നിയന്ത്രണമാകാമെന്നുള്ളൊരു ഒരു നിർദ്ദേശവും അതുപോലെ തന്നെ അനുമതിയും ഇപ്പോൾ KSEB ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തിയ ഒരു ഉന്നതതല യോഗത്തിൽ തീരുമാനമാകുന്നത്. അതുപോലെ തന്നെ പ്രതിസന്ധി പരിഹരിക്കാൻ ഉടനാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത് താപനിലയും അതുപോലെ തന്നെ വേനൽ മഴയുടെയും ഒരു ലഭ്യത അനുസരിച്ച് മാത്രമേ ഈ ലോഡ് ഷെഡിംഗ് എത്ര കാലം നീണ്ടു നിൽക്കുകയുള്ളൂ എന്നുള്ള കാര്യം അറിയുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അനുമതിയായിരിക്കുകയാണ്. വിവരങ്ങളാണ് മേഘന മുരളി പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.